സോ ഫൈനലി നമ്മുടെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ക്രേവൻ ദ ഹണ്ടർ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മിക്കവാറും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് തന്നെ. സോ നമുക്കറിയാം ഈ ഒരു യൂണിവേഴ്സ് വൺ കിഡിലനായിട്ടുള്ളൊരു സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് തന്നെയാണെന്നുള്ളൊരു കാര്യം. സോ എന്തൊക്കെ കിഡിലോസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്രേവനിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നിങ്ങളുടെ ആദ്യം സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ആരാണ് ഈ പറയുന്ന ക്രേവൻ ദ ഹണ്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമുക്ക് നോക്കാം. സ്പൈഡർമാൻ്റെ ഐക്കോണിക് വില്ലന്മാരിനകത്തുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് ക്രേവൻ ദ ഹണ്ടർ. നമ്മൾ ആദ്യമായി കോമിക്സ് ബുക്കിനകത്ത് 1964 സ്റ്റാൻലിയും സ്റ്റീവ് ഡിക്ടോയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന. ലാസ്റ്റ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സൈക്കോളജിക്കൽ രീതിയിലുള്ളൊരു സ്റ്റോറി പ്ലോട്ട് ലൈനിൽ കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് ലഭിച്ചിട്ടുമുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൈഡർമാൻ്റെ വില്ലന്മാരിൽ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ക്രേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള PlayStation 5 ഗെയിമിനകത്തും നമുക്കൊരു പ്രധാന മെയിൻ വില്ലനായിട്ട് നമുക്ക് ക്രേവനെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ്, അതായത് SSUവിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സിനിമയാണ്. അതായത് ഇതൊരു MCU സിനിമയല്ല, പക്ഷേ നമ്മുടെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ വരുന്നൊരു സിനിമ തന്നെയാണ്. ആൻഡ് ഈ ഒരു യൂണിവേഴ്സിലെ സിനിമകളിലേക്ക് നമ്മൾ നോക്കിയാൽ കുറേയധികം ഹിറ്റായിട്ടുള്ള സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് വെനത്തിൻ്റെ ആ ഒരു എൻറ്റയർ ഫ്രാഞ്ചൈസ്, അതുകൂടാതെ തന്നെ ദ മോർബിംഗ് ടൈം, അത് ഭയങ്കര വലിയ ഹിറ്റായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞിടയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാഡം വെബ് പോലത്തെ സിനിമകളെല്ലാം തന്നെ. സോ ആ ഒരു യൂണിവേഴ്സിലാണ് നമുക്ക് പുതിയതായിട്ട് ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് തന്നെയാണോ SSUവിൻ്റെ പുതിയ ഇൻസ്റ്റാൾമെൻറ്റ് കാണാൻ വേണ്ടി തന്നെ? ഞാൻ ഭയങ്കര തന്നെ എക്സൈറ്റഡ് ആണ്. കാരണം മാർവലല്ല, സോണി പറയുന്നത് അത് അവർ ഓസ്കറിനൊക്കെ അയക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കണ്ടറിയാം എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം. പിന്നെ ഇതിനകത്ത് ക്രേവൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്ന മറ്റാരുമല്ല ആറോൺ ടൈലർ ജോൺസൺ തന്നെയാണ്. പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇതിനു മുമ്പും കുറേയധികം സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് തന്നെയാണ് കിക്ക്-ആസ് 1ഉം കിക്ക്-ആസ് 2ഉം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും പുള്ളിക്കാരനെ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നത് ക്യുക്ക് സിൽവറിൻ്റെ റോളിൽ തന്നെയാണ്. ഏജ് ഓഫ് അൾട്രോണിൽ നമ്മൾ ക്യുക്കായിട്ട് മരിച്ചിട്ട് പോയിട്ടുള്ളൊരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വാൻഡയുടെ അനിയൻ. സോ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആറോൺ ടൈലർ ജോൺസൺ തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ്റെ മറ്റൊരു കോമിക് ബുക്ക് ക്യാരക്ടറായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഈ ഒരു ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നീട് എടുത്തു പറയേണ്ട ഈ ഒരു SSUവിലെ തന്നെ ആദ്യത്തെ R-rated അഡൾട്ട് റേറ്റഡ് സിനിമ കൂടിയാണ് ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ ഒരു സിനിമ. ഈ പറഞ്ഞ അഡൾട്ട് റേറ്റിംഗ് സത്യം പറഞ്ഞാൽ കൊടുക്കേണ്ടിയിരുന്ന വെനത്തിനായിരുന്നു. വെനത്തിൻ്റെ ലെറ്റ് ദെയർ ബി കാർണേജ്, ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ ആയിരുന്നു അവർ ഈ ഒരു അഡൾട്ട് റേറ്റിംഗ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ക്രേവൺ ആണ് അവർ ആ ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് പ്രതീക്ഷിക്കാൻ കുറേയധികം ബ്ലഡ് ആൻഡ് ഗോറ്, ബ്രൂട്ടൽ അതേപോലത്തെ സീൻസ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു ഒറിജിൻ സ്റ്റോറിയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി ആയിരിക്കും നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആറൺ ടൈലർ ജോൺസൺ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ അവസാനം പുള്ളിക്കാൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് വില്ലനാവും. കാരണം ഈ സിനിമയ്ക്കകത്ത് ഈ ഒരു ക്യാരക്ടറിനെ പ്രൊട്ടക്ട് ചെയ്തേക്കണം വെനത്തിനെ പോലെ തന്നെ ഒരു ആൻറ്റി ഹീറോ ആയിട്ട് തന്നെയാണ്. സോ നമുക്ക് ആ ഒരു ആൻറ്റി ഹീറോ ഡൈനാമിക്സ് തന്നെയായിരിക്കും ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്തും കാണാൻ പോകുന്നത് തന്നെ. ഇനി ക്രേവൻ ദ പവേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോമിക്സ് ബുക്കിൽ നോക്കിയാൽ ക്രേവനെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയാക്കുന്ന പുള്ളിക്കാരൻ്റെ ഓരോ ഹണ്ടിങ് സ്കില്ല് തന്നെയാണ്. ഓരോ പ്രൊജക്റ്റും പുള്ളിക്കാൻ ഒരു ഹണ്ടായിട്ടാണ് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റീസെൻ്റ്ലി ഈ ഗെയിമിൽ വരെ ആ ഒരു സെയിം കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടൈൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സിനിമയ്ക്കകത്ത് അങ്ങനെ ആയിരിക്കില്ല. സിനിമയ്ക്കകത്ത് പുള്ളിക്കാരന് കുറച്ചും കൂടി രീതിയിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു പവേഴ്സ് ആയിരിക്കും കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ. കുറച്ചും കൂടി ആനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു പവർ ആയിരിക്കും ക്രേവന് കൊടുക്കുന്നത്. ആൻഡ് അത് തികച്ചും കോമിക് ബുക്കിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അത് എത്രത്തോളം വർക്ക് ആവുന്നൊന്നും എനിക്കറിയില്ല. കാരണം പല ട്രെയിലറിനകത്ത് നമ്മൾ ഏതാനും സിംഹമൊക്കെ വന്ന് കടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. സിംഹം വന്ന് കടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരന് സിംഹത്തിൻ്റെ പവർ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇതിനകത്ത് അവർ കാണിക്കാൻ ഉദ്ദേശിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ മോർബിയസിനെ മോർബിംഗ് ടൈം കണ്ട പോലെ
ആകരുത് എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഈ സിനിമയ്ക്കകത്തുള്ള വില്ലൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഇതൊരു വില്ലൻ്റെ കഥ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു വില്ലൻ ആരായിരിക്കും എന്ന് ചോദിച്ചിട്ട് നമുക്ക് അടുത്തിറങ്ങിയ ടീസറിനകത്തും ട്രെയിലറിനകത്തെല്ലാം നമ്മൾ റൈനോയെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ റൈനോ തന്നെ ആയിരിക്കും ഈ സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലൻ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു സൈഡ് വില്ലൻ ആയിരിക്കും, അതിനകത്ത് വേറെ ഒരു വില്ലനെ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്രേവന്റെ അച്ഛനായിട്ട് നമുക്ക് ഇതിനകത്ത് റസൽ ക്രോയിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒത്തിരി സൂപ്പർ ഹീറോസിന്റെ അച്ഛന്മാരായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് തന്നെ സൂപ്പർമാൻ്റെ അച്ഛനും പുള്ളിക്കാരൻ തന്നെയായിരുന്നു. സോ റസൽ ക്രോയിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ സോണി എങ്ങോട്ടാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരൊരു സിനിസ്റ്റർ 6 എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ അവരൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് മാഡം വെബ്, മോർബിയസ്, വെനം, ഇപ്പോൾ നമുക്ക് ക്രേവനെ എല്ലാം നമുക്ക് ലഭിക്കുന്നത്. സോ എന്താണെങ്കിലും സിനിമയ്ക്ക് പോസ്റ്റ് ക്രെഡിറ്റ്സ് ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതും മിക്കവാറും നമ്മൾ വെനത്തിനകത്ത് കണ്ട പോലെ തന്നെയുള്ളൊരു വെറൈറ്റി പോസ്റ്റ് ക്രെഡിറ്റ് സീനായിരിക്കും. ചില സമയത്ത് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച്. പക്ഷേ നമുക്കറിയില്ല ഇനി അടുത്ത വരാൻ പോണ SSU സിനിമ ഏതാന്ന് പോലും നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടില്ല. മിക്കവാറും ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ സോണി ഇവിടെ വെച്ച് നിർത്താനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. വെയിറ്റ് അപ്ഡേറ്റ് ഫ്രം ഫ്യൂച്ചർ ഹരി. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SSU അതായത് സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ അവസാനത്തെ സിനിമയാണ് ക്രേവൻ ദ ഹണ്ടർ. ഇതിന് ശേഷം പുതിയൊരു സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം ഇതിൻ്റെ സമയമായി. അതായത് SSU ചത്തു എന്ന് തന്നെ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ വീഡിയോയിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാകില്ല. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം സിനിമ 13-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ റിലീസ് അവർ ആക്ച്വലി ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിനാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇല്ല. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പടം കണ്ടു കഴിഞ്ഞാൽ നേരെ ഇറങ്ങി ഓടിക്കൊള്ളാം. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, ഈ സിനിമയ്ക്കകത്ത് സ്പൈഡർമാൻ വരുമോ, അല്ലെങ്കിൽ ഇത് ഏത് സ്പൈഡർമാൻ്റെ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന സിനിമയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സോണിയുടെ മാർക്കറ്റിംഗ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന സിനിമ തന്നെയാണ്. അതായത് ഇന്ന സ്പൈഡർമാൻ എന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ടോബിയുടെ ആകാം, ടോം ഹോളൻ്റെ ആകാം, അല്ലെങ്കിൽ ആൻഡ്രൂവിൻ്റെ ആകാം. ഇതിനകത്ത് സ്പൈഡർമാൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന പല ടീസേഴ്സിനകത്തും സ്പൈഡർമാൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം അത് അവർ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നതിന് കൂടുതൽ പറയണം, മോർബിയസിനകത്ത് തന്നെ അവരുടെ ഒരു എന്താ പറയണ്ടത്, ഇത്രയും തെണ്ടിത്തരം ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പല ടീസ് നമുക്ക് സ്പൈഡർമാൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയ്ക്കകത്ത് വന്നപ്പോൾ സ്പൈഡർമാൻ പോയിട്ട് ഒരു 8 കാലിയെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇത്രയാണ് നിങ്ങളോട് പറയുള്ളൂ. സ്പൈഡർമാനെ പ്രതീക്ഷിച്ച് ആരും ഈ ഒരു സിനിമ കാണാൻ പോകരുത്. ക്രേവൻ ദ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഒറിജിൻ സ്റ്റോറി നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകും. അതും ഞാൻ ഇത്രയേ പറയുള്ളൂ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് റിവ്യൂസ് കണ്ടതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അടുത്ത് നമ്മൾ ഈ ഒരു ട്രാക്ക് റെക്കോർഡ് സോണിയുടെ ഈ ഒരു യൂണിവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അടുത്ത എന്താ പറയണ്ട, അടുത്ത പടക്കമായിരിക്കും ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു, സിനിമ ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.